സുഹൃത്തുക്കളെ നമസ്കാരം. കട്ടൻ ചായ 159 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4413 പേരായി എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് സ്റ്റാർട്ട്. അതിനായിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇപ്പോൾ കാണുന്നത് എൻ്റെ അടുക്കളയുടെ ഒരു ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. അത് മൊത്തത്തിലൊന്ന് കാണുന്നു. അതിനുശേഷം അതിനെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇത് ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം മനസ്സിലായി. അതിൻ്റെ അടുത്തിരിക്കുന്ന കപ്പാണ്. കപ്പ് അടുത്തെടുത്തിരിക്കുന്ന ഏലക്ക അരിഞ്ഞു വച്ചിരിക്കുകയാണ്. അടുത്ത ഐറ്റം കറുവാപ്പട്ടയുടെ പൊടിയാണ്. കറുവാപ്പട്ട പാക്കറ്റിനകത്ത് പൊടിയാണ്. അടുത്ത ഐറ്റം ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി കാണുന്നതാണ് മധുരം. ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, പഞ്ചസാര രഹിത മധുരമാണ്. അത് കുഞ്ഞ് സ്പൂൺ കൊണ്ട് അളന്നെടുക്കാം. ഒരു കുഞ്ഞ് സ്പൂണ് ഒരു വലിയ സ്പൂണിന് ഈക്വലൻ്റാണ്. ഇത് 2 ഗ്ലാസ് വെള്ളമാണ്. ചായ തിളപ്പിക്കാനുള്ള വെള്ളം. ഇത് ചായ അരിക്കാനുള്ള സംവിധാനങ്ങളാണ്. ഒരു മഗ്, ഒരു അരിപ്പ മുതലായവ. ഇത് ചായ തിളപ്പിക്കാനുള്ള ചെരുവൻ. ഇത് പിടിക്കാനുള്ള പക്കട്. അപ്പോൾ നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിക്കുക. അതേ വർക്ക് നമ്മൾ ആരംഭിച്ച് വെള്ളം പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. 2 ഗ്ലാസ്, അതായത് അളവ് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് 2 ഗ്ലാസ് പ്രത്യേകം കൊണ്ടുവന്നിരിക്കുന്നത്. പാത്രത്തിലേക്ക് ഒഴിച്ചു. അത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടോപ്പിൽ വെച്ചു. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തു. എന്നുള്ള റീഡിങ് കാണിക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ്, നേരത്തെ പറഞ്ഞിരുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ഇടണം. അതിന് ആദ്യം നമ്മളിടുന്നത് ഇഞ്ചി. ഇഞ്ചി ഇട്ടതിന് ശേഷം ഏലക്ക ഇട്ടു. നെക്സ്റ്റ് ഐറ്റം കറുവാപ്പട്ടയുടെ പൊടിയാണ്. അത് കുഞ്ഞ് സ്പൂൺ ഒരു സ്വല്പം എടുത്ത് അതിലേക്ക് ഇടുന്നു. സ്വല്പം എടുത്ത് അതിലേക്ക് ഇട്ടു. ഇപ്പം പ്രധാനപ്പെട്ട ഐറ്റംസ് എല്ലാം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. 2 മിനിറ്റ് നേരം വെള്ളം തിളയ്ക്കണം. അപ്പം ക്യാമറ അടുപ്പിനെ ഫേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇതിനെപ്പറ്റി 2 മിനിറ്റ് നേരം നമുക്കിപ്പോൾ സംസാരിക്കാനുള്ള സമയമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഇപ്പം 159 അധ്യായത്തിലെത്തിയിരിക്കുകയാണ്. അത് ഇടയ്ക്ക് ഒരു സ്വല്പ താമസം വന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ല. അതായത് അതിൻ്റെ ഫ്രീക്വൻസി തെറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല. ജൂലൈ 18 നടക്കേണ്ട പ്രോഗ്രാമിൻ്റെ ആണിത്. ജൂലൈ 18. അപ്പം എന്തായാലും നമ്മളിത് ഒരു വിധത്തിൽ ഒപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. കൂടാതെ ഇതൊരു പ്രയറാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ അടിസ്ഥാനം തന്നെ ഈ പ്രോഗ്രാമാണ്. അതായത് ഒരു പ്രാർത്ഥന, ദൈവസഹായം, ദൈവാനുഗ്രഹം, ഇതിനെല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഉദ്ദേശിക്കാതെ പോലും, ഞാൻ ആവശ്യപ്പെടാതെ പോലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ഈ പ്രാർത്ഥനകളുടെ പിൻബലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വിശ്വാസം ആണ്. അതിൻ്റെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് തേയിലയാണ്. ലിപ്ടൺ കമ്പനിയുടെ
ലോങ് ലീഫ് ടീ ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ. ആദ്യം മുതലേ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പിൽ കാണുന്നതാണ്, ഈ ബൗളിൽ കാണുന്നതാണ് തേയില. വെള്ളം ഇപ്പം നമുക്കതിൻ്റെ മാക്സിമം ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ സമയമായിരിക്കുന്നു. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തിളച്ചോട്ടെ. നമ്മൾ തിള നിർത്തി അതിലേക്ക് തേയില ഇട്ടു. തേയില ഇട്ടതിന് ശേഷം അത് ഒരു കവർ വെച്ച് മൂടി, ഒരു പ്ലേറ്റ് വെച്ച് മൂടി. അത് 5 മിനിറ്റ് സമയം മൂടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ നമ്മൾ ഇതിലേക്ക്, അതായത് അരിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കാം. അഡ്വാൻസ് ആയിട്ട് ഇട്ട് വയ്ക്കുകയാണ്. അത് പഞ്ചസാര 2 സ്പൂണ്, പഞ്ചസാര രഹിത മധുരം, പഞ്ചസാര എന്നല്ല പറയേണ്ടത്, പഞ്ചസാര രഹിത മധുരം അത് ഇട്ടു. ഇനിയിപ്പോൾ അത് നമ്മൾ ചായ ഒഴിക്കുന്ന സമയത്താണ് അതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളത് മൂടി വെച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് അത് വീണ്ടും ചായ പാത്രം തുറക്കാൻ സമയമായിരിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് വന്നു, ചായപാത്രം തുറന്നു. ഇപ്പോൾ നല്ല ഫ്രാഗ്രൻസ്, അതായത് നല്ല സുഗന്ധം കിട്ടുന്നുണ്ട്. അതായത് ചക്രവാപ്പട്ട, ഏലക്ക, ഇഞ്ചി മുതലായവ വെന്ത് അതിനകത്ത് ചായപ്പൊടിയായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല മണം വരുന്നുണ്ട്. അത് സാവകാശത്തിൽ അരിച്ചെടുത്തു. ഇത് വളരെ രസകരമായൊരു പരിപാടിയാണ്. അത് ഞാൻ അരിച്ചതിന് ശേഷം ആ ചായയുടെ റെസിഡ്യൂ, അത് റെമഡി അതുണ്ടല്ലോ, അതൊക്കെ നമ്മളെടുത്ത് ഭാഗത്ത് വെച്ചു, മാറ്റി വെച്ചിട്ട് നല്ല ചായ മാത്രം ഇപ്പോൾ എടുത്തു അതിനകത്ത്. ഇനി അത് കപ്പിലേക്ക് ഒഴിക്കണം. അപ്പോൾ കപ്പെടുത്ത് ചായ പാത്രത്തിൻ്റെ അടുത്തുകൊണ്ട് വെച്ചു. കപ്പിലേക്ക് അത് ഒഴിക്കുന്നു. കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളത് ഇവിടുന്ന് പ്രാർത്ഥന ടേബിളിലേക്ക് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അതൊരു പോക്കാണ്. അതായത് ഇവിടുന്ന് അതെടുത്തു, അതവിടെ കൊണ്ട് വെച്ചു. അതിനിടയ്ക്കുള്ള ആ നടപ്പൊന്നും കാണിക്കുന്നില്ല. നേരെ ഇവിടുന്ന് എടുത്ത് വെക്കുക, അവിടെ കൊണ്ട് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ കൊണ്ട് വെച്ചു. ഇനി നമ്മൾ വളരെ സീരിയസ് ആണ്. സീരിയസ് മീൻസ് അതായത് ബൈബിൾ എടുത്തുകൊണ്ട് വരണം. ബൈബിൾ ആദരവോടുകൂടി തന്നെ എടുത്തുകൊണ്ട് വരിക. ബൈബിൾ കൊണ്ടുവന്ന് വെച്ചു. സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് ബൈബിൾ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ, അതിൽ പറയുന്നതിൻ്റെ ആ വചനത്തിൻ്റെ ഒരു ചാപ്റ്റർ നമ്മൾ അവിടെ നിന്ന് വായിക്കുകയും ചെയ്യും. അത് ഓഫ് സ്ക്രീനാണ്. അതായത് നമുക്ക് 18-ാം തീയതി, ജൂലൈ 18-ാം തീയതിയിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ വായിച്ച വചനമാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത്. അത് ഇന്നത്തെ വചനം പുറപ്പാട് അധ്യായം 2 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നീ തിരുവചനങ്ങൾ. അതാണ് ബൈബിളിൽ കാണിക്കുന്ന പുറപ്പാടെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ 2-ാമത്തെ അധ്യായത്തിലാണ് ഈ 1 മുതൽ 10 വരെയുള്ള ഈ വചനങ്ങൾ. ആ വചനം വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഒരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് നോക്കി നമുക്കിപ്പം വായിക്കാം. ഞാൻ അത് ഇപ്പോൾ അത് വരുന്നുണ്ട്, അത് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 2. മോശ ജനിക്കുന്നു. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ചു, ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ഞാങ്ങണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുവന്ന് വച്ചു. അവന് എന്ത് സംഭവിക്കുന്നു എന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ സഹോദരി അവിടെ നിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണ ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ട് ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇത് ഒരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെയോ? ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക, ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു.
ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.